ഒരു ദിവസം എന്റെ കസിന്റെ വിവാഹ സമയത്ത് ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഒരുത്തനും അവന്റെ ചില സുഹൃത്തുക്കളും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ ഞാൻ എന്റെ കസിനോട് പറഞ്ഞു, അവൻ ഹാൻസം ആണല്ലോ. അവൻ എന്നെ ശ്രദ്ധിച്ചു പുഞ്ചിരിച്ചു. പിന്നെ അവൻ തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, അവൾ സുന്ദരിയാണല്ലോ. അതിനുശേഷം അവൻ തന്റെ നമ്പർ ഒരു ചീറ്റിൽ എഴുതി വെച്ച് ഡസ്റ്റ്ബിനിലിട്ടു. ഞാനത് കണ്ടു. ധൈര്യം കൂട്ടി ഡസ്റ്റ്ബിനിനടുത്തേക്ക് ചെന്നു ആ നമ്പർ എടുത്തു. നമ്മൾ തമ്മിൽ വീണ്ടും നോക്കി പുഞ്ചിരിച്ചു. വീട്ടിലെത്തിയ ശേഷം ഞാൻ ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു, ഹായ്. അവൻ ഉടൻ തന്നെ മറുപടി നൽകി, ഹലോ. ഞാൻ ചോദിച്ചു, ഹൗ ആർ യു? അവൻ പറഞ്ഞു, അൽഹംദുലില്ലാ. നിനക്ക് സുഖമാണോ? ഞാൻ മറുപടി നൽകി, അൽഹംദുലില്ലാ. അങ്ങനെയാണ് നമ്മൾ നല്ല സുഹൃത്തുക്കളായത്. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ കോളുകളും ആരംഭിച്ചു. ഞാൻ പറയുമായിരുന്നു, അസ്സലാം അലൈക്കും. അവൻ മറുപടി പറയും, വാലൈക്കും സലാം. സമയം പോകുന്തോറും നമ്മുടെ സൗഹൃദം സ്നേഹമായി മാറി. ജാനുവരി 6-ാം തീയതി അവൻ തന്റെ മനസ്സിലുള്ളത് എനിക്ക് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞു. അവൻ മറുപടി നൽകി, ഐ ലവ് യു ടു. അതിനുശേഷം നമ്മൾ പലതവണ കൂടിക്കാഴ്ച മാറ്റി. ഒരിക്കൽ കടൽ തീരത്തേക്കും പോയി. ആ നിമിഷങ്ങൾ ഇന്നും എന്റെ മനസ്സിൽ അമൂല്യമായ ഓർമ്മകളാണ്. കുറച്ചു മാസങ്ങൾക്ക് ശേഷം അവൻ ദുബായിലേക്ക് പോയി. ദൂരമേറിയെങ്കിലും നമ്മുടെ സ്നേഹം അകന്നില്ല. ദുബായിലെത്തിയ ശേഷം അവൻ വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി. ഓരോ ദിവസവും നമ്മുടെ ബന്ധം കൂടുതൽ ശക്തമായി. ഇന്ന് ജാനുവരി 6, നമ്മുടെ പ്രണയത്തിന് 4-ാം വാർഷികം. കാലവും ദൂരവും ഒന്നും നമ്മുടെ സ്നേഹത്തെ മാറ്റിയില്ല. ആദ്യം കണ്ട ഒരു പുഞ്ചിരിയിൽ തുടങ്ങിയ ഈ കഥ ഇന്നും അതേ സ്നേഹത്തോടെ മുന്നോട്ടു പോകുന്നു. थोड़ा थोड़ा प्यार हुआ तुमसे, कि थोड़ा इकरार हुआ तुमसे, कि थोड़ा थोड़ा प्यार